ഗൈസ്, അപ്പോൾ അങ്ങനെ നേരം വെളുത്ത് വരികയാണ്. സമയം രാവിലെ 6:15. ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ ഇന്നലെ ഊബറിൻ്റെ പാർക്കിംഗ് ഒരു ലോട്ടുണ്ടല്ലോ, അവിടെ ആയിരുന്നു ഇന്നലെ മീൻസ് ഇന്ന് രാവിലെ ആയിരുന്നു അത്. അപ്പോൾ അവിടെ അങ്ങനെ കിടന്ന് ഒരു 5 മിനിറ്റ് അവിടെ കിടന്ന് ഉറങ്ങാലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കിടന്നതാണ്. അപ്പോൾ അവിടെ കിടന്ന് കുറച്ച് നേരം അപ്പോഴത്തേക്ക് ഒരു ഓട്ടോ അടിച്ചു. അപ്പോൾ പിന്നെ വണ്ടി എടുത്തുകൊണ്ട് ഓക്കെ. അപ്പോൾ ഒരു പാസഞ്ചറെ നമ്മൾ സിറ്റിയിൽ ഡ്രോപ്പ് ചെയ്തു. നമുക്കപ്പോൾ തന്നെ അടുത്തൊരു റൈഡ് കൂടി അടിച്ചിട്ടുണ്ടായിരുന്നത് ഒട്ടാറ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇവിടെ ഒരു സൺഡേ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ സൺഡേ മാർക്കറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു അമേരിക്കക്കാരി വന്നതാണ്. അവൾ രാവിലെ എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ എന്നതാ ന്യൂസിലാൻഡിൽ രാവിലെ ഓപ്പൺ ആണെന്ന് നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ഒട്ടാറയിൽ സൺഡേ മാർക്കറ്റായിരുന്നു ഓപ്പൺ ആയിരുന്നു. എന്നാൽ പിന്നെ അങ്ങോട്ട് പോയേക്കാന്ന് വിചാരിച്ച് രാവിലെ എഴുന്നേറ്റ് നമ്മൾ മിഡിൽമോർ ഹോസ്പിറ്റലിൻ്റെ സ്റ്റാഫിനെ പിക്ക് ചെയ്യാൻ വന്നേക്കാണ്. ഇതാണ് മിഡിൽമോർ ഹോസ്പിറ്റൽ. അപ്പോൾ പാസഞ്ചറെ ഇറക്കി വിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് കൂടെ നമുക്ക് അടിച്ചിട്ടുണ്ട്. 15 മിനിറ്റിൻ്റെ ട്രിപ്പാണ് അടിച്ചിരിക്കുന്നത്. ഇത് മാങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ചുറ്റുവട്ടം അത്ര ഒരു വെടിപ്പായിട്ടുള്ള സ്ഥലമല്ല എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായം. അതിവിടെ താമസിക്കുന്നവർക്കുണ്ടോ എന്നുള്ളത് അറിയാൻ പാടില്ല. ഇവിടെ എവിടെയോ താമസിക്കുന്ന ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞാണ് ഈ മാങ്കര എന്ന് പറഞ്ഞ സ്ഥലം അത്ര വെടിപ്പായ സ്ഥലമല്ല, അത്ര സേഫ് അല്ല എന്നൊക്കെയാണ് പറയണത്. എന്തായാലും അറിയില്ല അതിനെക്കുറിച്ച്, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. ഇത് ഡൊമസ്റ്റിക് ടെർമിനലാണ്. ഞാൻ ആ പറഞ്ഞ കൊച്ചാന്ന് പറഞ്ഞത് ഞാൻ തിരിച്ചെടുത്തു. അവർ ഈ ഡൊമസ്റ്റിക് ടെർമിനലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫായിരുന്നു. ഡൊമസ്റ്റിക് ടെർമിനലിൽ ഒരു പ്രൈവറ്റ് ആക്സസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഊബറിന്റെ പാർക്കിങ്ങിലോട്ട്. ഇവിടെ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ എപ്പോഴും പാർക്ക് ചെയ്തിട്ടുണ്ടാവും, മിക്കവാറും ഒരു 10. അപ്പോൾ നമ്മൾ 29 മിനിറ്റിന്റെ നോർത്തിലേക്ക് പറഞ്ഞ അടിച്ചേക്കാണ്. അതേതായാലും സൂപ്പറായി. നമ്മൾ നേരെ വണ്ടി വിട്ടു പോവാണ്. ജോൺ എന്ന് പറഞ്ഞ ആളെയാണ് നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്നത്. ഊബർ എക്സ് ആണ്, നോർത്തിലേക്കാണ്. അപ്പോൾ സിറ്റി കഴിഞ്ഞപ്പുറത്തേക്ക് പോകണം. ഓക്കെ. അതിലൊരു മിഠായി എടുക്കുന്നുണ്ട്, അതല്ലാതെ വേറൊരു തേങ്ങയില്ല. കാര്യം അതിന്റെ നേരെ ഫ്രണ്ടിൽ കാണുന്ന മനാവേ ബേ എന്ന് പറയുന്ന സ്ഥലമാണ്. മനാവേ ബേ അതൊരു ഷോപ്പിംഗ് മോൾ കൈൻഡ് ഓഫ് സ്റ്റഫാണ്. ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു കട കുത്തി തുറന്ന് എനിക്ക് തന്നെ സ്വർണ്ണക്കടയാന്ന് തോന്നുന്നു, അടിച്ച് പൊട്ടിച്ച് സാധനമൊക്കെ എടുത്തുകൊണ്ട് പോയി. പോലീസുകാരൊക്കെ ഒന്ന് വെടിവെപ്പൊക്കെ ഉണ്ടായിരുന്ന പറഞ്ഞിട്ട്. വെടിവെപ്പുണ്ടായിരുന്ന അറിയില്ല, പോലീസുകാർ വന്നു എന്നറിയാം. ഞാൻ കറക്റ്റ് ഇപ്പോൾ ഓർക്കണുള്ള സംഗതി. ഏതായാലും കള്ളന്മാർ വന്ന് കട കുത്തി തുറന്ന് സാധനം കൊണ്ടുപോയെന്ന് അറിയാം. റൗണ്ട് അബൌട്ടിൽ എപ്പോഴും റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടിക്ക് പ്രയോറിറ്റി കൂടുതലാണ്. അവരെ നമ്മൾ കടത്തി കൊണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള വണ്ടിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട. നമ്മുടെ റൈറ്റ് സൈഡിൽ വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിയാൽ മതി. അതാണ് സംഗതി. അപ്പോൾ അതേ എനിക്ക് തോന്നുന്നത് ഞാൻ കഴിഞ്ഞ ട്രിപ്പിലും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ട്രിപ്പിൽ നമ്മൾ മഴവിൽ കണ്ടായിരുന്നു. ഇപ്പോഴും മഴവിൽ അവിടെ ആകാശത്ത് കാണാനുണ്ട്. സംഭവം അടിപൊളിയല്ലേ. ഇന്നലെ ഒരു ജാതി ചീഞ്ഞ മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഓട്ടം വളരെ കുറവായിരുന്നു. ഭയങ്കര മോശമായിരുന്നു ഇന്നലെ. നമ്മളിന്ന് ഇത്രയും ടൈം നമ്മളിവിടെ നിന്ന് തന്നെ നമുക്ക് ഒരു $100-300 നമുക്ക് എത്തിച്ചേച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇല്ലാന്നുണ്ടെങ്കിലേ നമ്മൾ ഈ വീക്കെൻഡുകളിലാണ് നമ്മൾ പൈസ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത്, ഓട്ടം ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അപ്പം നമ്മൾ ഉണ്ടാക്കാതെ വെറുതെ വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് തന്നെ. അപ്പോൾ ഈ ട്രിപ്പ് കൂടെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഏതാണ്ട് $300 അടുത്താവും. അപ്പോൾ അതായത് ഒരു 11 മണിക്കൂറും 17 മിനിറ്റുമായി ഇപ്പം. അപ്പോൾ ഈ ട്രിപ്പ് കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതൊരു 12 മണിക്കൂറാവും. 12 മണിക്കൂറിൽ നമുക്കൊരു $300-305 അടുത്ത് നമുക്ക് കിട്ടും ടോട്ടലായിട്ട്. അതാണ് നമ്മുടെ ഇന്നലത്തെ ഉറക്കമുളച്ചതിൻ്റെ കൂലി. പിന്നെ ഇതിൻ്റെ അകത്ത് വള്ളക്കാശ് പോകാനായിട്ട് അങ്ങനെ ഇവിടുന്ന് പുറത്തുനിന്നൊന്നും മേടിച്ച് തിന്നാൻ പറ്റുന്ന അത്ര ഒരു സെറ്റപ്പ് അല്ല. മീൻസ് ഭയങ്കര കോസ്റ്റ്ലിയാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഭക്ഷണങ്ങളൊന്നും പുറത്ത് നമ്മൾ വാങ്ങിച്ച് കഴിക്കില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് എവിടെ ചെന്നാലും ചേട്ടാ ഒരു ചായ എന്ന് പറഞ്ഞാൽ മേടിച്ച് കഴിക്കാനും മേടിച്ച് കുടിക്കാനും ഒരു കടിഞ്ഞെടുത്തേട്ട എന്ന് പറയുമ്പോൾ ആ കടി എടുത്ത് തരാനും
അവിടെ കടകളുണ്ട്, ഇവിടെ ആ സാധനമില്ല. എൻ്റെ പൊന്നെ, ഇതാണ് ഞാൻ ഇന്ന് നമ്മൾ ഇന്റർനാഷണൽ ടെർമിനലിന്റെ പിക്കപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മുടെ ഇന്റർനാഷണൽ ടെർമിനലിന്റെ പിക്കപ്പ് ഇങ്ങനെയാണോ? ഇത് താൽക്കാലികമായ സെറ്റപ്പാണ്. കാരണം ഇവിടെ എയർപോർട്ട് എപ്പോഴും പണിതുകൊണ്ടിരിക്കും. ഇതുവരെ എയർപോർട്ടിന്റെ പണിയൊന്നും കഴിഞ്ഞില്ല. അങ്ങ് അപ്പുറം കാണാണ് എയർപോർട്ട് എന്ന് പറയുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വലിയ ബിൽഡിംഗ് അതൊരു ഹോട്ടലാണ്, നോവാറ്റൽ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ. എൻ്റെ പൊന്നു മച്ചാനെ ഒന്നും പറയണ്ട. ഇപ്പൊ ഞാൻ ഒരു അമേരിക്കക്കാരനായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. പുള്ളി അന്റാർട്ടിക്കയ്ക്ക് പോവാ. പുള്ളി US നിന്ന് ഇവിടെ വരെ വന്നിട്ട് ഇവിടുന്ന് ഡനാഡിൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പുള്ളി ഇനി അന്റാർട്ടിക്കയ്ക്ക് പോവാ. എന്താ കഥ നോക്കി. $25,000 ഒരാൾക്ക് അന്റാർട്ടിക്ക വരെ പോകാനുള്ള ചാർജ്. എന്താ സെറ്റപ്പ്. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ, ഇത് ഹിൽട്ടൺ ഹോട്ടലിന്റെ അടുത്ത് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വ്യൂ കാണാമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇതാണ് ആ സംഗതി. ഇപ്പൊ തിരിഞ്ഞു വന്ന് കണ്ടില്ലായിരുന്നോ? ഇതാണ് സംഭവം കേട്ടോ. ആ ഫ്രണ്ടിൽ കാണുന്ന ആ സംഭവം കിട്ടുകാച്ചല്ലേ. എന്താ സെറ്റപ്പ്. ആ പുള്ളി ഒരു ഇതിട്ടുണ്ടല്ലോ, ടിപ്പ് ഇട്ടുണ്ട്. ടിപ്പ് എത്ര ടിപ്പ് ഒന്ന് നോട്ടെ. $10 ടിപ്പ്. എത്ര ടിപ്പ്? അല്ല, $5 ടിപ്പ് ഇട്ടോ. അത് കുഴപ്പമില്ല. പുള്ളി ബിസിനസ് ക്ലാസ്സിൽ ഇവിടെ വന്നിട്ട് ന്യൂസിലാൻഡ് എയർപോർട്ടിൽ ബിസിനസ് ക്ലാസ്സിന് വേറെ സെപ്പറേറ്റ് ക്യൂ ഇല്ലാന്ന്. അതാണ് പുള്ളിയുടെ പ്രശ്നം. പുള്ളി അതിൻ്റെ ക്യൂവിൽ നിന്ന് ഇവിടം വരെ എത്തിയെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണം. അയ്യോ, ഹാബിനെ ഒന്ന് വിളിക്കട്ടെ. ഓക്കെ, റൈറ്റ്, ശരി. അപ്പോൾ നമ്മളിന്ന് മൊത്തം 300 ചില്ലാൻ രൂപ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതോടുകൂടി നിൽക്കുവാണ്. ഇനി ബാക്കി ഇന്ന് വൈകുന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.